അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയാണ് എന്നുള്ളത് മോഹനൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാനും ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംഘടനകൾക്കകത്ത് ആളുകൾ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്നുള്ള ഭൂതകാല ചരിത്രത്തെ കൃത്യമായിട്ട് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാനിപ്പോൾ അവരെല്ലാം ആ രീതിയിലുള്ള ഭീകരവാദികളാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മോഹൻ മാഷ് തന്നെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നാൽ മതി ഇപ്പോൾ തൽക്കാലം. ഇതിൻ്റെ അകത്ത് പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞത്. പാർട്ടിക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മറ്റേ കായികമായ പരിശീലനമോ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലുമോ വർഗീയമാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ആര് ഞാൻ കേട്ടിൻ്റെ പ്രസംഗമല്ലേ അതിനെപ്പറ്റി വിശദീകരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാര്യം. അതിന് മറുപടി പറഞ്ഞു. പാർട്ടി നിലപാട് ഏതെല്ലാം മേഖലയിൽ എങ്ങനെയെല്ലാം വർഗീയവാദികളും തീവ്രവാദികളും അതുപോലെ ഭീകരശക്തികളും ഇടപെടുന്നുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് ജനാധിപത്യ സമൂഹമാകെ ഗൗരവപൂർവ്വം വീക്ഷിക്കുക. അതിൻ്റെ അപ്പുറത്ത് ഇന്നതിൻ്റെ അകത്താണ് ഇത് കയറിയിട്ടുള്ളത്, ഇന്നതിലാണ് കയറാതിരിക്കുന്നത് എന്ന് ഇപ്പം പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഒരു സംശയത്തിനും അടിയും. അമ്മായി അത് എനിക്ക് പറയാൻ സാധിക്കുന്നതാണ് ഏതാ ശരി ഏതാ തെറ്റ്. ഇത് നയപരമായ ഒരു കാര്യം. ആരെങ്കിലും ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ഔപചാരികം ഞാൻ കേൾക്കും. നയപരമായ പ്രശ്നമല്ലല്ലോ അതൊന്നും. പോളിറ്റ് ബ്യൂറോ തന്നെ ഇനി ഞാനായാലും വിജയരാഘവനായാലും ആരായാലും ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി ആലങ്കാരികമായി പറയുന്ന ഏതെങ്കിലും പദപ്രയോഗങ്ങളെല്ലാം വലിയ പ്രത്യശാസ്ത്രപരമായ പ്രശ്നമായിട്ട് ചർച്ച ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? അങ്ങനെ കാര്യമില്ലെന്ന് എൻ്റെ അഭിപ്രായം. അല്ല, ആര് പറഞ്ഞാലും അതൊരു പ്രത്യശാസ്ത്ര പ്രശ്നമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല. ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ വന്ന ചില കാര്യങ്ങളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞ കാര്യമായിട്ട് കണ്ടാൽ മതി. അതല്ലാതെ അതിനെ പർവ്വതീകരിച്ച് അതിൻ്റെ മേലെ ഒരൊന്നും കിട്ടുന്നില്ല കുറേ കാലമായിട്ട്. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുക നിങ്ങൾക്ക് മാധ്യമത്തിന്. അല്ലാണ്ട് കോടതിയൊന്നുമല്ല. കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം ഒരു ഇര കിട്ടിയില്ല CPM-നെതിരായിട്ട്. അപ്പോഴാണ് ഇങ്ങനെ കാറ് പോകുന്നത് ബസ് പോകുന്നത്. ആരെ ആയിക്കോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമൊന്നുമില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പം പറയണമെങ്കിൽ ആലോചിച്ച് പറയാം കേട്ടോ. ഏതെങ്കിലും ഒരു എന്ത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ DGP ADGP-ലാവുന്നത് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത്. ആ അഭിപ്രായത്തിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളോട് ഞാൻ യോജിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? എനിക്ക് എൻ്റെതായ നിലപാട് സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കണ്ടേ? അത് സ്വീകരിച്ചില്ല, ഞങ്ങൾ തീരുമാനിച്ചില്ല. അത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. അതല്ലേ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല മലയാളത്തിൽ. അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവരോട് പറയാം. നയപരമായ തീരുമാനം സർക്കാർ എടുത്താൽ ആ നയപരമായ തീരുമാനത്തോട് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് CPM-നെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടിയുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. എന്നിട്ട് പറയും പോരെ. എന്ത് ഉണ്ടെങ്കിലും നിങ്ങളോടിപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളോടിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. CPI പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് യോജിക്കാനും ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വേറെ എന്തെങ്കിലും നമുക്ക് നോക്കാം. വേറെ എന്തെങ്കിലും നമുക്ക് ആലോചിച്ച്. അതല്ലേ ഞാൻ പറഞ്ഞു, ഇതിൽ കൂട്ടായ പ്രസ്ഥാനമല്ലേ. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ നിങ്ങളൊരു ചോദ്യം ചോദിച്ച ഉടനെ തന്നെ ഞാൻ മറുപടി പറയുക. ഞാൻ നിങ്ങളോട് പറയുന്ന മറുപടിയല്ല, ഞങ്ങൾ മുമ്പ് ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ മറുപടിയാണ്. അല്ലാണ്ട് നിങ്ങൾ ചോദിച്ച ഉടനെ ഞാനൊരു മറുപടി പറയാമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുള്ളത്.
നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഏത് ജനങ്ങൾക്ക്? കേരളത്തിലെ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ മുഴുവൻ ആൾക്കും അറിയാം. അതാണ് നേരത്തെ പറഞ്ഞത്. കരുവണ്ണൂർ ബാങ്കിന്റെ പ്രശ്നം വന്നപ്പോൾ ED എടുത്ത നിലപാടിന്റെ ഭാഗമായി ഞങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിച്ചു. അവിടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ ജയിലിലടച്ചു. 15 മാസമായി. കോടതി പറഞ്ഞു ഇതെന്തിന്റെ കാര്യത്തിനാണ് ജയിലിലടച്ചതെന്ന്. നിങ്ങൾ കൊടുത്തോ? വാർത്ത കൊടുത്തോ? ജനങ്ങൾക്ക് വേണ്ടി എന്ത് വാർത്ത കൊടുത്തു? ആര് കൊടുത്തു? നിങ്ങൾ ആരും വായിക്കുന്ന സ്ഥലത്ത് കൊടുക്കൂല. യേശാവിന് ഒരു തീയതി കൊടുത്തിരിക്കും. അപ്പം ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നു പറയണ്ട കേട്ടോ. ജനങ്ങളെല്ലാം വളരെ വളരെ വ്യത്യസ്തമാണ്. വേറെ നിങ്ങൾ ചോദിക്കുന്നതിന് ചോദ്യത്തിന്റെ ഉത്തരവില്ല. എനിക്ക് നന്നായി അറിയുന്നുണ്ട്. ജനങ്ങൾ ഞാൻ പറഞ്ഞത് പാർട്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജനങ്ങളാണെന്നാണ്. നിങ്ങൾക്ക് എന്ത് പറയാൻ എന്ത് കാര്യം? പറഞ്ഞോ. നിങ്ങൾ പറയുന്നത് അങ്ങനത്തെ കുഴപ്പം? നിങ്ങൾ പറയുന്നതിനെ നിരന്തരമായിട്ട് ലംഘിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് ലംഘിക്കും. ആയിക്കോട്ടെ, അതല്ലേ ജനാധിപത്യം. മതി, നേരത്തെ പറഞ്ഞത് അതിനോട് പറഞ്ഞു കഴിഞ്ഞു.